അതേസമയം റെഫറൻസ് വേണ്ട പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്നുള്ള പാട്ട് വെള്ളിമൂങ്ങയെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തു. വെള്ളിമൂങ്ങ എന്തൊക്കെയാണ് ഈ വെള്ളിമൂങ്ങ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ അറിഞ്ഞു കണ്ടിട്ടില്ല. ഇതാണ് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ലല്ലോ. സാധാരണ മൂങ്ങയെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ വെള്ളിമൂങ്ങയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് മലയാളത്തിൽ പച്ചയ്ക്ക് അങ്ങ് പറയാൻ പറ്റിയ രസമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ജിബു ചേട്ടന് നേരത്തെ ഒരു പാട്ട്, പിള്ളേർക്ക് വേണ്ടി ഒരു പാട്ട് വേണം, ഇങ്ങനെ വെള്ളിമൂങ്ങയെ കുറിച്ചൊരു പാട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ആലോചിച്ച് ഈ വെള്ളിമൂങ്ങയെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് മറ്റേ ഈ പമ്പരം പോലെ കഴുത്ത് കിടക്കും എന്നൊക്കെ അതും എല്ലാ മൂങ്ങയും ഉണ്ട്. പക്ഷെ അതിൻ്റെ ചില സ്പെഷ്യാലിറ്റികൾ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്നൊക്കെ, അതൊക്കെ വെറുതെ ആലങ്കാരികമായിട്ട് എഴുതിക്കുന്നതാണ്. പക്ഷേ എങ്കിലും കുറച്ച് റെഫറൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഞാൻ എഴുതിയ ശേഷമാണ് വിജി ട്യൂൺ ചെയ്തത്. അതേസമയം റെഫറൻസ് വേണ്ട പാട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്നുള്ള പാട്ട് വെള്ളിമൂങ്ങയെ കുറിച്ച് ഒന്ന് റിസർച്ച് ചെയ്തു. വെള്ളിമൂങ്ങ എന്തൊക്കെയാണ് ഈ വെള്ളിമൂങ്ങ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ടുണ്ടാവാം, പക്ഷെ അറിഞ്ഞു കണ്ടിട്ടില്ല. ഇതാണ് വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നില്ലല്ലോ. സാധാരണ മൂങ്ങയെ നമ്മൾ കാണുന്നില്ല. അപ്പോൾ വെള്ളിമൂങ്ങയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളുണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് മലയാളത്തിൽ പച്ചയ്ക്ക് അങ്ങ് പറയാൻ പറ്റിയ രസമായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ജിബു ചേട്ടന് നേരത്തെ ഒരു പാട്ട്, പിള്ളേർക്ക് വേണ്ടി ഒരു പാട്ട് വേണം, ഇങ്ങനെ വെള്ളിമൂങ്ങയെ കുറിച്ചൊരു പാട്ട് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എഴുതാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അത് ആലോചിച്ച് ഈ വെള്ളിമൂങ്ങയെ കുറിച്ചൊന്ന് റിസർച്ച് ചെയ്ത് അങ്ങനെയാണ് മറ്റേ ഈ പമ്പരം പോലെ കഴുത്ത് കിടക്കും എന്നൊക്കെ അതും എല്ലാ മൂങ്ങയും ഉണ്ട്. പക്ഷെ അതിൻ്റെ ചില സ്പെഷ്യാലിറ്റികൾ, വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്നൊക്കെ, അതൊക്കെ വെറുതെ ആലങ്കാരികമായിട്ട് എഴുതിക്കുന്നതാണ്. പക്ഷേ എങ്കിലും കുറച്ച് റെഫറൻസ് ഒക്കെ ഉള്ളപ്പോൾ നമുക്കതിനെ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ഞാൻ എഴുതിയ ശേഷമാണ് വിജി ട്യൂൺ ചെയ്തത്.